അതെ, നമ്മുടെ വെള്ളാപ്പള്ളിയില്ലേ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളാണെന്നോ അല്ലെങ്കിൽ വിഷം തുപ്പുന്ന ആളാണെന്നോ ഇനി ഒരാളും സംസാരിച്ചു പോകരുത്, മിണ്ടിപ്പോകരുത്. കാരണം എന്താണെന്നല്ലേ, ഇതൊന്ന് കണ്ടു നോക്കിയേ. ഒരു വീടയറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണ, എല്ലാം കൂടി കാണിക്കാനുള്ള സമയമില്ല. ഏതാണ്ട് 20ഓളം ഫോട്ടോസാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുകയാണ്, മുസ്ലിങ്ങളെ ഇത്രത്തോളം കരുതലോടെയും സ്നേഹത്തോടെയും ചേർത്തു പിടിക്കുന്ന ഈ നല്ല മനുഷ്യനെ തീവ്രവാദിയാണെന്നും മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളാണെന്നും എങ്ങനെ പറയാൻ കഴിയുന്നുണ്ടേ നിങ്ങൾക്ക്? പിന്നെ അദ്ദേഹം ഈ പ്രായത്തിനിടക്ക് പലയിടത്തായിട്ട് പലപ്പോഴും മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിച്ചിട്ടുണ്ട്, നല്ലോണം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനല്ല പറയുന്നത്, അദ്ദേഹം ആ തെളിവ് നിരത്തുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള അല്ല, ഒരു മാധ്യമ പ്രവർത്തകന് തീവ്രവാദി എനിക്ക് പറയാനുള്ള പറയാണ് അല്ല, എന്ത് അടിസ്ഥാനത്തിലെ തീവ്രവാദി എന്ന് പറയുന്നത്? എന്റെ അനുഭവത്തിൽ ഇത്രയും പ്രായത്തിനിടയിൽ മുസ്ലിമീങ്ങളെ പരമാവധി പച്ചക്ക് പറയാൻ മടി കാണിക്കാത്ത ഇദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിനു മുന്നിൽ നവരസങ്ങൾ കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പരമാവധി മുസ്ലിമീങ്ങളെ ഏതെല്ലാം രൂപത്തിൽ വർഗീയവാദികളാക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമോ അങ്ങനെയെല്ലാം വർഗീയവാദിയാക്കാനും തീവ്രവാദിയാക്കാനും മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കാനും ഇദ്ദേഹത്തിനൊരു മടിയുമില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കുക മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇദ്ദേഹത്തിന് ഉറക്കം കിട്ടണമെങ്കിൽ അന്ന് മുസ്ലിമീങ്ങളെ 2 എണ്ണം പറയണം. എന്നിട്ട് ഇദ്ദേഹം ഒന്ന് വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ 10-20 ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യണം. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം? നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് ജനങ്ങൾ അംഗീകരിക്കണമെങ്കിലേ വളരെ നിഷ്പ്രയാസം നിങ്ങൾ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളർത്താൻ ശ്രമിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയമുണ്ട്. അത് ജീവിതത്തോട് ചേർത്ത് പിടിച്ചാൽ മതി. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങൾ മുഴുവനും നെഞ്ചോട് ചേർത്ത് പിടിച്ച ആശയമാണ് മഹാനായ ഗുരുജി സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രിയമപരൻ്റെയതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം, അതിനാലെ നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയം ഹേതുവായി വരണം. മറ്റു മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭിന്നിപ്പില്ലാതെ അപരമത വിദ്വേഷങ്ങളില്ലാതെ ആ ഒരു ആശയം, ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം നിങ്ങൾ ജീവിതത്തോട് ചേർത്ത് പിടിച്ചാൽ മതി. അല്ലാതെ ഇങ്ങനെ ഫോട്ടോസ് ഇട്ട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ എന്തു വേണം? ഇന്ന് ജനങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അതായത് മഹാനായ കാന്തപുര ഉസ്താദിൻ്റെ സന്ദേശം. അതൊന്ന് കേട്ടു നോക്കാം. വർഗീയതക്ക് നമ്മളെപ്പോഴും എതിരാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം മറ്റൊരു പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ നോക്കുകയും അവരെ ഇങ്ങോട്ട് പിടിച്ചു വഴിക്കുകയും ചെയ്ത് അവരുടെ സംസ്കാരം നടപ്പാക്കാൻ നോക്കുന്ന അതിനാണ് വർഗീയത എന്ന് പറയുന്നത്. അത് ഒരിക്കലും നാം അനുവദിച്ചതല്ല. ഇസ്ലാം അതിലേക്ക് ഒരിക്കലും ആരെയും ക്ഷണിച്ചിട്ടും ഇല്ല. അതാണ് ഞങ്ങൾ പറയുന്ന മനുഷ്യർക്കൊപ്പം എന്ന വാക്കിന്റെ അർത്ഥമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആശയങ്ങൾ അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെങ്കിലും മറ്റാര് നൽകുന്ന സന്ദേശമാണെങ്കിലും അത് ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു മനുഷ്യനാകാൻ ശ്രമിക്കുക. അല്ലാതെ ഇതുപോലെയുള്ള രൗദ്രഭാഗങ്ങൾ ഇങ്ങനെയുള്ള നവരസങ്ങൾ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യരോടൊപ്പം
നമ്മൾ ചേർന്ന് നിന്നാൽ നമ്മളെല്ലാവരും മനുഷ്യരാകും എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത്. അല്ലാതെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല.